ഇന്നത്തെ കഥകഥ കസ്തൂരിയിൽ ഗുരുകൃപയെപ്പറ്റി ശ്രീരാമകൃഷ്ണ പരമഹംസർ പറഞ്ഞ ഒരു കഥമായ. ഭാരതത്തിന് വളരെ വിലപ്പെട്ട ഒന്നാണ് ഗുരു. മറ്റ് രാജ്യങ്ങളിലെങ്ങും കൊടുക്കാത്ത പ്രാധാന്യം ഗുരുവിന് ഭാരതം നൽകിയിട്ടുണ്ട്. ഗുരു ഈശ്വരനാണെന്നാണ് ഭാരതം പറയുന്നത്. ഗുരു സാക്ഷാത് പരബ്രഹ്മ. അങ്ങനെയുള്ള ആ ഗുരുവിന് ശിഷ്യനോടുള്ള ആ ഒരു കൃപ, ആ വാത്സല്യം, അതാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർ ഈ കഥയിലൂടെ ശിഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ഒരിടത്തൊരിക്കൽ ഒരു ഗുരുവിനെ തേടി ശിഷ്യനെത്തി. ഗുരുവിന് വേണ്ടി അവൻ ജോലി ചെയ്തു. ഗുരുവിനെ സേവിച്ച് അവൻ ഗുരുവിൻ്റെ കൂടെ ജീവിക്കാൻ ആരംഭിച്ചു. ചില ദിവസങ്ങളിൽ അവൻ അവൻ്റെ വീട്ടിലേക്ക് പോകും. പിന്നെ ചിലപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞേ വരൂ. അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ ഒരിക്കൽ ഗുരു അവനോട് പറഞ്ഞു, നിനക്ക് ഞാൻ സന്യാസ ദീക്ഷ തരാം. ശിഷ്യൻ പറഞ്ഞു, ഗുരു, അത് ഒന്നും തോന്നരുത്. എനിക്ക് പ്രായമായ അമ്മയും അച്ഛനും ഉണ്ട്. അവരുടെ കാലശേഷം ഞാൻ സന്യാസ ദീക്ഷ സ്വീകരിച്ചോളാം. അതുവരെ എന്നാൽ കഴിയും ഇത് അങ്ങയെ സേവിച്ച് ഞാനിങ്ങനെ നിൽക്കും. ഗുരു ഒന്നും പറഞ്ഞില്ല. ശരി, നിന്റെ ഇഷ്ടം പോലെ എന്നായി ഗുരു. കാലം കഴിഞ്ഞപ്പോൾ ശിഷ്യൻ പറഞ്ഞു ഗുരുവിനോട്, അച്ഛനും അമ്മയ്ക്കും തീരെ വയ്യാത്ത അവസ്ഥയാണ്. അവരെ എന്നെ ഒരു വിവാഹം കഴിക്കാൻ നിർബന്ധിക്കുന്നു. ഗുരു പറഞ്ഞു, കുഞ്ഞെ, നിനക്ക് ശിഷ്യത്വം സ്വീകരിക്കണ്ടേ? സന്യാസദീക്ഷ വേണ്ടേ? നീ വിവാഹം കഴിച്ച് കുടുംബജീവിതം നയിച്ചു കഴിഞ്ഞാൽ നീ എങ്ങനെ ആത്മീയമായി ഉയരും? ശിഷ്യൻ പറഞ്ഞു, അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. അച്ഛൻ്റെ അമ്മയുടെയും കാലശേഷം ഒരു പ്രശ്നമില്ല. എല്ലാം ത്യജിച്ച് ഞാൻ അങ്ങയുടെ കൂടെ വരും. ഗുരു പിന്നെ ഒന്നും പറഞ്ഞില്ല. ശിഷ്യൻ വിവാഹം കഴിച്ചു, വിവാഹ ജീവിതം ആരംഭിച്ചു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അച്ഛനും അമ്മയും മരിച്ചുപോയി. ഗുരു ശിഷ്യനെ തേടി അവൻ്റെ വീട്ടിൽ ചെന്നു. ഗുരുവിനെ എല്ലാവർക്കും ശിഷ്യൻ പരിചയപ്പെടുത്തി. ശേഷം ഗുരു ശിഷ്യനോട് പറഞ്ഞു, കുഞ്ഞെ, അച്ഛൻ്റെ അമ്മയുടെയും കാലം കഴിഞ്ഞു. ഇനി നിനക്ക് ആത്മീയമായിട്ടൊരു ജീവിതം ആരംഭിക്കാനായില്ലേ? ശിഷ്യൻ പറഞ്ഞു, അയ്യോ ഗുരുദേവ, നോക്കൂ, എൻ്റെ 2 കുഞ്ഞുങ്ങൾ. ഈ 2 കുഞ്ഞുങ്ങളെ ഞാൻ ഉപേക്ഷിച്ച് പോകാൻ ഇവരെ ആര് നോക്കും? എൻ്റെ ഭാര്യ പതിവ്രതയാണ്. അവൾ വേറെ ആരെയും വിവാഹം കഴിക്കില്ല. ഇവളെ കൊണ്ട് ഈ കുഞ്ഞുങ്ങളെ നോക്കാൻ കഴിയുമോ? ഗുരു പിന്നെ ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം അവിടെ നിന്ന് പോന്നു. കാലം കഴിഞ്ഞു. ഈ ശിഷ്യൻ അധ്വാനിച്ച് അതിഗംഭീരനായ ഒരു ധനാഢ്യനായി തീർന്നു. ഇഷ്ടം പോലെ കാശ് സമ്പാദിച്ചു. ഗുരു ഇടയ്ക്കിടയ്ക്ക് ശിഷ്യനെ കാണാൻ ചെല്ലും. അപ്പോഴൊക്കെ ശിഷ്യൻ ഓരോ ന്യായം പറഞ്ഞ് ഗുരുവിനെ പറഞ്ഞയക്കും. അങ്ങനെ ഒരു ദിവസം ഗുരു ജ്ഞാനദൃഷ്ടിയിൽ കണ്ടു, അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ മരിച്ചിരിക്കുന്നു. അദ്ദേഹം ശിഷ്യൻ്റെ മക്കളെയും ഭാര്യയൊക്കെ അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം ശിഷ്യൻ്റെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്ന് കയറിയപ്പോൾ അദ്ദേഹം തിരിച്ചറിഞ്ഞു, മരിച്ച ശിഷ്യൻ ഒരു പട്ടിയായിട്ട് ആ വീട്ടിൽ വീണ്ടും വന്ന് ജനിച്ചിരിക്കുകയാണ്. ഇദ്ദേഹത്തെ കണ്ടപ്പോൾ പട്ടി ഓടി വന്നു വാലാട്ടി ഇദ്ദേഹത്തിൻ്റെ കാലിൽ നക്കുന്നു, മണക്കുന്നു, ചാടുന്നു. എന്തൊരു സന്തോഷം! ശിഷ്യൻ്റെ മക്കൾ അത്ഭുതം കൂറി. ഈ പട്ടി ആദ്യമായിട്ടാണ് ഈ ഗുരുവിനെ കാണുന്നത്. എന്നിട്ട് എന്തൊരു ബഹുമാനം, സ്നേഹമാണ് പട്ടിക്ക്. ഗുരു ദിവ്യനല്ലേ, അതായിരിക്കും ഗുരുവിനോട് ആകർഷണം. അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ആ ചൈതന്യം പട്ടിയും തിരിച്ചറിയുന്നുണ്ടാവും. ഗുരുദേവൻ പട്ടിയെ ലാളിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടയിൽ ഗുരുദേവൻ ചോദിച്ചു പട്ടിയോട്, കുഞ്ഞെ, നീ ഇപ്പോൾ മനുഷ്യജന്മം കഴിഞ്ഞ് ഇവിടെ പട്ടി ജന്മം എടുത്ത് വന്നിരിക്കുകയാണ്. താഴേക്കാണ് നിൻ്റെ വളർച്ച. നീ ഇനിയെങ്കിലും എൻ്റെ കൂടെ പോരൂ. ശിഷ്യൻ പറഞ്ഞു, ഗുരുദേവ, അങ്ങയ്ക്കറിയില്ല, ഞാൻ ഈ വീടിൻ്റെ നിലവറയിൽ കണ്ടമാനം രത്നങ്ങളും സ്വർണങ്ങളും സമ്പാദിച്ച് വെച്ചിട്ടുണ്ട്. എൻ്റെ അധ്വാനമാണത്. ഈ ചെറുക്കന്മാർക്കൊന്നും ഒരു കഥയില്ല. അവർ രാത്രി ചത്ത പോലെ കിടന്നുറങ്ങും. വല്ല കള്ളന്മാർ വന്ന് അടിച്ചുകൊണ്ട് പോവില്ലേ, ഞാനതിന് കാവലിരിക്കുകയാണ് ഇവിടെ. രാത്രി മുഴുവൻ ഞാൻ ഉറങ്ങാറേയില്ല. ശ്രദ്ധാപൂർവം ഒരു കള്ളനും അതിനകത്ത് കയറാൻ ഞാൻ സമ്മതിക്കില്ല. കാലങ്ങൾ പിന്നെയും പോയി, പട്ടിയും ചത്തുപോയി. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ഈ ഗുരു ഒരു ദിവസം
ശിഷ്യൻ വീണ്ടും പട്ടിജന്മം ഉപേക്ഷിച്ച് ഒരു പാമ്പായി ജനിച്ചതായി തിരിച്ചറിഞ്ഞു. അദ്ദേഹം ശിഷ്യന്റെ വീട്ടിലേക്ക് ചെന്നു. ജ്ഞാനദൃഷ്ടിയിൽ അദ്ദേഹം കണ്ടു, ശിഷ്യൻ നിലവറയിൽ ഒരു സർപ്പമായിട്ട് കിടക്കുകയാണ്. ഗുരു ചെന്നതും ഗുരുവിൻ്റെ ആഗമനം ആ കുടുംബത്തെ സന്തോഷപ്രദമാക്കി തീർത്തു. അവര് ഗുരുവിനെ സ്വീകരിച്ച് ആദരവോടെ സൽക്കരിച്ചു. ഗുരു അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് വീടിനൊരു നിലവറയൊക്കെ ഉണ്ടില്ലേ? ഓ ഭഗവാൻ, നിലവറയൊക്കെ ഉണ്ട്. എനിക്ക് ആ നിലവറയൊന്ന് കാണാൻ ആഗ്രഹമുണ്ട്, കാണിച്ചു തരാൻ പറ്റുമോ? പിന്നെന്താ, അങ്ങേ കാണിച്ചില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ആരെ കാണിക്കാൻ വരൂ? അദ്ദേഹം നിലവറയിൽ ചെന്നിറങ്ങിയതും അദ്ദേഹം തിരിച്ചറിഞ്ഞു ശിഷ്യന്റെ സ്ഥലം. അദ്ദേഹം ശിഷ്യന്റെ അടുത്ത് ചെന്ന് ശിഷ്യനെ, നിലവറയിൽ കിടക്കുന്ന സർപ്പരൂപത്തിലെ ശിഷ്യനെ സ്നേഹപൂർവം വിളിച്ചു. കുഞ്ഞെ, നീ ഇനിയെങ്കിലും എൻ്റെ കൂടെ വരൂ. നീ നിലവറയിൽ സർപ്പമായി കിടക്കുകയല്ലേ, നീ എൻ്റെ കൂടെ വരൂ, നിന്നെ ഞാൻ രക്ഷപ്പെടുത്തും. ശിഷ്യൻ പറഞ്ഞു, അങ്ങനെ പറയരുത് ഭഗവാനെ. ഈ നിലവറയിൽ ഞാൻ ഇവിടുന്ന് പോയ കള്ളന്മാര് ഈ സ്വത്തെല്ലാം അടിച്ചുകൊണ്ട് പോകും. ഇതിനകത്ത് ഒരുത്തൻ കയറി കഴിഞ്ഞാൽ അവൻ ജീവനോടെ തിരിച്ചു പോകില്ല, അവൻ ഞാൻ കൊന്നിരിക്കും. ഇതെല്ലാം നീ നിന്റെ മക്കൾക്ക് വേണ്ടിയല്ലേ കുഞ്ഞെ ചെയ്യുന്നത്? ആ മക്കൾക്ക് നിന്നെ തിരിച്ചറിയില്ല. അത് ഗുരുദേവ അങ്ങയുടെ തെറ്റിദ്ധാരണയാണ്. അല്ല, അത് സത്യമാണ് കുഞ്ഞെ. ഞാൻ വിശ്വസിക്കില്ല ഗുരുദേവ, എൻ്റെ മക്കള് എന്നെ തിരിച്ചറിയും. ഗുരുദേവൻ പറഞ്ഞു, നിനക്ക് കാണണോ? അവര് നിന്നെ തല്ലി കൊല്ലും നിന്നെ കണ്ടാല്. ഒരിക്കലും ഇല്ല. എന്നാൽ ഞാൻ അവരെ വിളിക്കട്ടെ? ഓ, വിളിച്ചോളൂ. ഗുരുദേവൻ മക്കളെ വിളിച്ചു. പാമ്പ് എന്ന് പറഞ്ഞു മക്കളെ വിളിച്ചു. മക്കൾ വടിയുമായി ഓടി വന്ന് അടി തുടങ്ങി. അച്ഛനെ അടിച്ച് 2 കഷ്ണമാക്കി. ഉടനെ ഗുരുദേവൻ ഇടപെട്ടു. വേണ്ട, അതിനെ ഞാൻ കൊണ്ട് കളഞ്ഞോളാം, നിങ്ങൾ അതിനെ ഇനി ഉപദ്രവിക്കേണ്ട, കൊല്ലണ്ട, ഞാൻ കൊണ്ട് കളയാം, സർപ്പശാപം ഉണ്ടാവും. ശിഷ്യന്മാര് സർപ്പത്തിനെ വെറുതെ വിട്ടു. ഗുരുദേവൻ ഒരു കോലിൽ ഈ സർപ്പത്തെ തോണ്ടി പുറത്തേക്ക് നടന്നു. കുഞ്ഞെ, ഇപ്പോൾ നീ എന്ത് മനസ്സിലാക്കുന്നു? നിന്റെ മക്കൾക്ക് നിന്നെ അറിയില്ല. എനിക്കറിയുന്ന പോലെ നിന്നെ വേറെ ആർക്കും അറിയില്ല. നീ ഇനിയെങ്കിലും എന്നെ അനുസരിക്കൂ. ശിഷ്യൻ അപ്പോഴാണ് 3 ജന്മം എൻ്റെ പിറകെ എന്നെ രക്ഷപ്പെടുത്താൻ നടന്ന എൻ്റെ ഗുരുദേവൻ എന്നുള്ള ഒരു തോന്നലുള്ളിൽ വന്നു. പിന്നെ അയാൾക്കൊന്നും ആലോചിക്കാനുണ്ടായിരുന്നില്ല. ആ കൃപാലുവായ ഗുരുവിൻ്റെ ആജ്ഞ അദ്ദേഹം ശിരസ വഹിച്ചു. ഇതാണ് ഗുരുമഹിമ, ഗുരുകൃപ. ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ജയ് ഗുരുദേവ്.